വെടിവെച്ചും കത്തിച്ചും കമ്മ്യൂണിസ്റ്റുകാരെ അവർ വകവരുത്തി. അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനെ വരെ മണ്ണിൽ കുഴിച്ചുമൂടി എന്നവർ ഊറ്റം കൊണ്ടു. ആ കുഴിച്ചുമൂടപ്പെട്ടവരെല്ലാം വീറോടെ മുളച്ചു വരാനുള്ള വിത്തുകളായിരുന്നു എന്നവർ തിരിച്ചറിഞ്ഞില്ല. അനുരകുമാര ദിസനായകെ ഇന്നവർ അത് പൂർത്തീകരിച്ചിരിക്കുന്നു. ശ്രീലങ്കൻ ചരിത്രത്തിൽ ആദ്യമായി പരിഗണനാ വോട്ടുകൾ എണ്ണുന്നതിലേക്ക് നീങ്ങിയ വിധിയെഴുത്ത്. അവസാനം വരെ സസ്പെൻസ് നിലനിർത്തിയ പോരാട്ടത്തിനൊടുവിൽ ഇടത് നേതാവ് അനുരകുമാര ദിസനായകെ പുതിയ ലങ്കാധിപതിയായി അധികാരമേറ്റു. 5 വർഷം മുമ്പ് 2019 ശ്രീലങ്കയിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ വെറും 3.2% വോട്ട് മാത്രമാണ് അനുര ദിസനായകയ്ക്ക് ലഭിച്ചത്. എന്നാൽ ഇത്തവണ 42% വോട്ടിന്റെ കുതിച്ചുചാട്ടവുമായാണ് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെടുന്നത്. തീവ്ര ഇടതു പാർട്ടിയായ ജനതാ വിമുക്തി പെരുമുനയെ സോഷ്യലിസ്റ്റ് മുഖമാക്കി മാറ്റിയെടുത്ത ദിസനായകയാണ് ശ്രീലങ്കയുടെ പുതിയ നായകൻ. രാജപക്സെ കുടുംബ ഭരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ശ്രീലങ്കയെ തള്ളിവിട്ടതിന് പിന്നാലെ 2022 സർക്കാരിന് നേരെ നടന്ന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ദിസനായകയുടെ അരകാലയ മൂവ്മെന്റ് ആയിരുന്നു. അരകാലയ എന്നാൽ സംവിധാനങ്ങളുടെ മാറ്റത്തിനായുള്ള പോരാട്ടം എന്നർത്ഥം. ഇതിന്റെ തുടർച്ചയെന്നോളം രാജ്യത്തെ പരമ്പരാഗത പാർട്ടികളുടെ രീതികളിൽ നിന്ന് മാറി സമൂലമായ സംവിധാന മാറ്റമാണ് ശ്രീലങ്കയ്ക്ക് ദിസനായകെ വാഗ്ദാനം ചെയ്തത്. ശ്രീലങ്കൻ രാഷ്ട്രീയത്തിൽ തുടക്കക്കാരനല്ല ദിസനായകെ. 2004 ചന്ദ്രിക കുമാരതുംഗയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സർക്കാരിൽ കൃഷിമന്ത്രിയായിരുന്നു അദ്ദേഹം. JVPയുടെ കൊളംബോയിൽ നിന്നുള്ള MP-യുമാണ്. അനുരാധപുര ജില്ലയിലെ തമ്പുട്ടഗമ ഗ്രാമത്തിൽ ജനിച്ച ദിസനായകെ അവിടെ നിന്നും സർവകലാശാല വിദ്യാഭ്യാസം നേടിയ ആദ്യ വ്യക്തി കൂടിയാണ്. 1987 JVPയുടെ രാഷ്ട്രീയ കലാപത്തിൽ അണിചേർന്നിരുന്നു. കെലനിയ സർവകലാശാലയിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ ദിസനായകെ 1995 സോഷ്യലിസ്റ്റ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ ദേശീയ സംഘാടകനായി. ഇതോടൊപ്പം JVPയുടെ കേന്ദ്ര പ്രവർത്തക സമിതിയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു. 1998 JVPയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായി. 2022 ജനകീയ പ്രക്ഷോഭത്തിന്റെ വിജയം അത്ര വലിയ ജനപ്രതീക്ഷയാണ് ദിസനായകയ്ക്കും JVPയ്ക്കും സമ്മാനിച്ചത്. ഇത്തവണ 10 ലക്ഷം പുതിയ വോട്ടർമാരാണ് പുതുതായി വോട്ട് ചെയ്തത്. ഇവരിൽ ഏറിയ പങ്കിന്റെയും പിന്തുണ ദിസനായകയ്ക്ക് ലഭിച്ചു. അനുരകുമാര ദിസനായകയുടെ വിജയത്തിന് പിന്നിലെ പ്രധാന ഘടകം രാജ്യത്തെ യുവാക്കളുടെ വോട്ടുകളാണ്. അഴിമതി വിരുദ്ധ, സാമൂഹിക നീതി, സാമ്പത്തിക പരിഷ്കാരങ്ങൾക്കുള്ള ആവശ്യകത തുടങ്ങിയവ ഉയർത്തിക്കാട്ടിയുള്ള പ്രസംഗങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞിരുന്ന ജനങ്ങളെ ആകർഷിച്ചു എന്ന് വേണം കരുതാൻ. യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമിടയിൽ വൻ സ്വീകാര്യതയുണ്ടെങ്കിലും രാജ്യത്തെ ധനികർക്കും ഉന്നതർക്കും ദിസനായകയോട് അത്ര പഥ്യമല്ല. JVP 2 തവണ നടത്തിയ സായുധ കലാപങ്ങൾ കാരണം ഇന്നും ആശങ്കയുള്ളവർ ഏറെയാണ്. തമിഴ് വംശജർക്കും ദിസനായകയോടുള്ള പ്രതിപത്തി കുറവാണ്. സിംഹള ദേശീയവാദം പറയുന്ന മറ്റൊരു രാജപക്സെ എന്നാണ് അവരിൽ പലരും ദിസനായകയെ വിശേഷിപ്പിക്കുന്നത്. ഇത്തവണ തമിഴ് മേഖലകളിൽ നടത്തിയ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ദിസനായകയുടെ ഈ മനോഭാവം പ്രകടമായിരുന്നു. തമിഴ് മേഖലയ്ക്ക് കൂടുതൽ അധികാരം നൽകുന്ന 13ാം ഭരണഘടനാ ഭേദഗതിയെപ്പറ്റി അത്ര മമതയോടല്ല അദ്ദേഹം സംസാരിച്ചത്. രാജപക്സെമാരെ പോലെ തന്നെ വ്യക്തമായ സിംഹള കൂറു പുലർത്തുന്ന അനുരകുമാര ദിസനായകയുടെ വിജയം ശ്രീലങ്കയിലെ തമിഴ് ന്യൂനപക്ഷങ്ങളിൽ ചെറിയ തോതിലെങ്കിലും ഭയം വിതച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളെ അടിസ്ഥാനമാക്കിയാണ് JVPയുടെ പ്രവർത്തനമെങ്കിലും പാർട്ടി എന്നും തമിഴ് മുസ്ലിം വിഭാഗങ്ങളോട് അകൽച്ച പുലർത്തിയിരുന്നു. 2005 ചന്ദ്രിക കുമാരതുംഗെ സർക്കാരിൽ നിന്ന് ദിസനായകെ രാജിവെച്ചതും തമിഴ് ന്യൂനപക്ഷത്തോടുള്ള എതിർപ്പിനെ തുടർന്നാണ്. 2005 സുനാമി ദുരിതാശ്വാസത്തിന് LTTEയുമായി ചേർന്ന് പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്താൻ കുമാരതുംഗെ സർക്കാർ തീരുമാനിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു രാജി. കോവിഡിന് ശേഷമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് പൂർണ്ണമായും കരകയറിയിട്ടില്ലാത്ത ശ്രീലങ്കയെ സാമ്പത്തിക സുസ്ഥിരതയുള്ള രാജ്യമാക്കി മാറ്റുക എന്നതാണ് അനുരകുമാര ദിസനായകയുടെ പ്രധാന വെല്ലുവിളി. രാജ്യാന്തര നാണയനിധിയുടെ വായ്പാ സഹായത്തോടെ വിക്രമസിംഹെ സാമ്പത്തിക തകർച്ചയുടെ പടുകുഴിയിൽ നിന്ന് രാജ്യത്തെ അല്പം മെച്ചപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സുസ്ഥിരത കൈവരിച്ചിട്ടില്ല. നിരക്കുകൾ വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള IMFന്റെ കടുത്ത നിബന്ധനകൾ പാലിച്ചത് ജനങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കാൻ പോന്നതായിരുന്നു. അതാണ് രാജ്യത്തെ കരകയറ്റിയിട്ടും വിക്രമസിംഹയെ അപ്രിയനാക്കിയ പ്രധാന ഘടകങ്ങളിലൊന്ന്. ഈ സാഹചര്യത്തിൽ IMFുമായി വീണ്ടും ചർച്ച നടത്തി ഇളവുകൾ നേടുമെന്ന തിരഞ്ഞെടുപ്പ് വാഗ്ദാനം ദിസനായകയ്ക്ക് മുന്നിലെ വലിയ ഭീഷണികളിലൊന്നാണ്. നികുതി കുറയ്ക്കുമെന്നും സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുമെന്നും ദിസനായകെ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. IMF വഴങ്ങിയില്ലെങ്കിൽ ഇതെല്ലാം അനിശ്ചിതത്വത്തിലാകും. സിംഹള ഭൂരിപക്ഷവും തമിഴ് മുസ്ലിം ന്യൂനപക്ഷങ്ങളും തമ്മിലുള്ള വംശീയ പ്രശ്നങ്ങളും കീറാമുട്ടിയായി മുന്നിലുണ്ട്. തികഞ്ഞ തമിഴ് വിരുദ്ധത പുലർത്തുന്ന ദിസനായകയ്ക്ക് ഇക്കാര്യത്തിൽ നീതിയുക്തമായ തീരുമാനമെടുക്കാനാകുമോ എന്നത് സംശയമാണ്. ചൈനയോട് ചായ്വ് പുലർത്തുന്ന നേതാവായാണ് ദിസനായകയെ കരുതപ്പെടുന്നത്. ഈ നിലപാട് തുടർന്നാൽ മേഖലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ അത് ബാധിച്ചേക്കും. തിരഞ്ഞെടുപ്പ് ശ്രീലങ്കയുടെ ആഭ്യന്തര കാര്യമാണെന്ന നിലപാട് പുലർത്തിയിരുന്നുവെങ്കിലും അയൽ രാജ്യത്തെ രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയെ ഇന്ത്യ ശ്രദ്ധയോടെ നിരീക്ഷിച്ചിരുന്നു. ശ്രീലങ്കയുടെ സാമ്പത്തിക പ്രതിസന്ധിയിലും
തുടർന്നുണ്ടായ പ്രക്ഷോഭത്തിൽ പ്രസിഡന്റിന്റെ കൊട്ടാരമടക്കം കയ്യേറിയ നാടകീയ രംഗങ്ങൾക്കും പിന്നാലെ ആ രാജ്യത്തിന് ഇന്ത്യ നൽകിയത് $400 കോടി സാമ്പത്തിക സഹായമാണ്. മറ്റൊരു രാജ്യവും ഇത്തരമൊരു സഹായം ശ്രീലങ്കയ്ക്ക് നേരെ നീട്ടിയിട്ടില്ല. രാജപക്സെ സർക്കാർ പ്രത്യക്ഷമായ ചൈനീസ് ചാവ് പുലർത്തിയിട്ടും ബെയ്ജിംഗ് കൈയൊഴുകുകയായിരുന്നു. ഇന്ത്യയുമായി നല്ല ബന്ധമാണ് ആഗ്രഹിക്കുന്നതെന്ന് ദിസനായകെ പറയുമ്പോഴും ശ്രീലങ്കയിൽ അദാനി ഗ്രൂപ്പ് നടത്തുന്ന നിക്ഷേപങ്ങളോട് JVPക്ക് അനുകൂല നിലപാടില്ല എന്നതും ശ്രദ്ധേയമാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോകൾ ഉടനടി ലഭ്യമാകുന്നതിന് ബെല്ലൈക്കനിലെ ഓൾ ഓപ്ഷൻ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.